بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله. اللهم صل على سيدنا محمد. പുണ്യ റബീഇന്റെ എല്ലാ ദിവസങ്ങളിലും ഹബീബുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാക്കോ പ്രവൃത്തിയോ മൗനാനുവാദമോ എന്തെങ്കിലും ഒരു കാര്യം ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ആമുഖവും ആവശ്യമില്ലാത്ത കാര്യമാണ് പ്രവാചക സ്നേഹം. കാരണം നമ്മുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുണ്ടെങ്കിലേ പരിപൂർണമാവൂ. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ പൂർണ്ണ മുഅ്മിനാവുകയില്ല അവൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റുള്ള എല്ലാവരെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ സ്വന്തം മാതാപിതാക്കളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിന് പരിഗണനയും സ്നേഹവും, മക്കളെക്കാൾ ആ റസൂലുള്ളാഹിനോട് സ്നേഹം, ഈ ലോകത്തെ മറ്റെല്ലാവരെക്കാളും എന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പോലും പരിപൂർണമാവുകയില്ല. മാത്രമല്ല, സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളുടെ ശരീരത്തോട്, മനസ്സിനോട് ഏറ്റവും അടുത്തവരാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അടുപ്പമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയാണ്. അതുകൊണ്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ പ്രിയം വെക്കൽ ഓരോ മുഅ്മിനിൻ്റെയും ബാധ്യതയാണ്. ആ പ്രവാചകരെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞ്, അവിടുത്തെ ചര്യകൾ പിൻപറ്റി, അവിടുന്ന് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله.